സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ നവമി തമോധ്യായ. ദശമസ്കന്ധത്തില് ഏറ്റവും അവസാന അധ്യായമായ 90-ാമത്തെ അധ്യായം ഇന്ന് നാം പരിപൂർണമാക്കുകയാണ്. അപ്പോൾ ഇതില് ഭഗവാന്റെ ഗൃഹസ്ഥ ലീലകള് സംക്ഷേപിച്ച് പറയുന്നതാണ്. അതിലെ 2 ഭാഗം നാം പഠിച്ചു കഴിഞ്ഞു. ശ്ലോകം 30 വരെ പഠിച്ചു. ഇന്ന് ബാക്കി ഭാഗമാണ് 31 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇപ്പൊ കൃഷ്ണന് 16,108 ഭാര്യമാർ ഉണ്ടായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും 10 വീതം മക്കളും ഉണ്ടായിരുന്നു. കൃഷ്ണപുത്രന്മാരുടെ കൂട്ടത്തിൽ 18 പേർ മഹാരഥന്മാരായിരുന്നു. ഈ 18 പേരിൽ ഏറ്റവും ശ്രേഷ്ഠൻ രുക്മിണീപുത്രനായ പ്രത്യുമ്നനായിരുന്നു. പ്രത്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ. അനിരുദ്ധന്റെ മകനാണ് വജ്രൻ. യദുകുലനാശത്തിന് ശേഷം അവസാനം അവശേഷിച്ചത് ഈ വജ്രനായിരുന്നു. അപ്പോ ഭഗവാൻ തന്റെ ലീലകൾ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ നമുക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് തരണം ചെയ്യാൻ സാധിക്കും. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ സംസാര ദുഃഖമൊന്നുമില്ലാത്ത ഭഗവാന്റെ പരമപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഭഗവാന്റെ പദത്തെ ആശ്രയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാന്റെ അത്ഭുത ചരിതങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും കീർത്തിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പരമപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ അധ്യായം. ആ ഭഗവാന്റെ ആ പരമപദത്തെ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുകൂടെ പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ നവമി തമോധ്യായ. ശ്ലോകം 31. ഏകൈകസ്യാം ദശദശ കൃഷ്ണോ അജീജനത് ആത്മജാൻ യാവത്യാത്മനോ ഭാര്യ അമോഘ ഗതിർ ഈശ്വരഃ. ഏകസ്യാം അതാണ് ഏകൈകസ്യാം ദശദശ കൃഷ്ണഃ അജീജനത് ആത്മജാൻ യാവത്യ ആത്മനഃ ഭാര്യഃ അമോഘ ഗതിഹി ഈശ്വരഃ. അമോഘഗതി പരിശുദ്ധമായ മാർഗത്തോടുകൂടിയ ഈശ്വരനായ കൃഷ്ണൻ ആത്മനഃ തനിക്ക് ഭാര്യമാർ യാവത്യ എത്രയോ, അതായത് നേരത്തെ പറഞ്ഞു 16,108 ഭാര്യമാർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഏകസ്യാം ഓരോരുത്തിയിൽ ദശദശ ആത്മജാൻ 10 പുത്രന്മാരെ അജീജനൻ ജനിപ്പിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതെങ്ങനെ 16,108 ഭാര്യമാര്, അതിലെങ്ങനെ കൃഷ്ണ ഇത്രയും മക്കളെ, ഇവിടെ ഓരോടത്ത്
ഒന്നും രണ്ടും ഉള്ളത് തന്നെ അടിയും പിടിയുമാണ്, അല്ലേ? അപ്പോ പണ്ട് വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ 10-12 മക്കൾ കാണും. ദശാസ്യാം പുത്രാൻ ആധേഹി, ഇവളിൽ 10 പുത്രന്മാരെ ആധാനം ചെയ്താലും എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാന്റെ വാക്കാണല്ലോ വേദം എന്ന് പറയുന്നത്. അപ്പോ ആ വാക്കിനെ ഭഗവാൻ സാർത്ഥകമാക്കണം. വേദവാക്കിനെ ആ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കുന്ന ഭഗവാൻ അതിനെ സത്യമാക്കണം. അപ്പോ ഭഗവാന് ഇങ്ങനെ ഈ കുട്ടികൾ ഉണ്ടാക്കാൻ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെയുള്ള പ്രാകൃത രതിയൊന്നും അല്ല. ഭഗവാൻ വിചാരിച്ചാൽ മതി. അതിപ്പോ കൃഷ്ണൻ തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? ഭഗവാൻ വാസുദേവന്റെ മനസ്സിൽ ആ കൃഷ്ണനെ ജനിപ്പിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം, ഇച്ഛ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതായത് ആ ബീജം വാസുദേവനിലൂടെ ദേവകിയിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പൊ അവിടെ അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ ആ കൃഷ്ണന്റെ ആ അംശം വാസുദേവനിലൂടെ ദേവകിയിലാക്കി. അതുപോലെയാണ് യോഗവിദ്യ കൊണ്ട് ഭഗവാന് എല്ലാ ഭാര്യമാരിലും പുത്രന്മാരെ ജനിപ്പിക്കാൻ സാധിക്കും. ഇത് യോഗസിദ്ധിയുള്ളവർക്കെല്ലാം, യോഗേശ്വരന്മാർക്കും ഇത് സാധിക്കാവുന്നതാണ്. ഭഗവാൻ പിന്നെ യോഗേശ്വരന്മാരുടെ ഈശ്വരനല്ലേ? അപ്പൊ ഭഗവാൻ സാധിക്കാത്ത എന്തുണ്ട്? ആ ഭഗവാന്റെ യോഗ സിദ്ധി കൊണ്ട് ഭഗവാന് ഇതൊന്നും ഒരു പ്രയാസമുള്ളതല്ല. അപ്പൊ ആ ഭഗവാന്റെ ഈ ലീലയിൽ ഒരു അത്ഭുതവും ഇല്ല. പിന്നെ ഈ 16,108 ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു രീതിയിൽ ചിന്തിക്കും. അത് മനസ്സിന്റെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ അനവധിയാണ്. ഭഗവാൻ ഒരുത്തൻ മാത്രം, പക്ഷെ ചിന്തകൾ അനവധി. അപ്പൊ ചിന്തകൾക്ക് പിന്നിൽ ഭഗവാനുണ്ട്. അപ്പൊ ആ ഭഗവാനിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കുക എന്നുള്ളതാണ് ഇത്. ഏകൈകസ്യാം ദശദശ കൃഷ്ണോ അജീജനതാത്മജാൻ യാവത്യാത്മനോ ഭാര്യ അമോഘാഗതിരീശ്വരഹാം. ശ്ലോകം 32. തേഷാം ഉദ്ദാമ വീര്യാണാം 18 മഹാരഥാഃ ആസൻ ഉദാര യശസാ തേഷാം നാമാനി മേ ശൃണു. തേഷാം ഉദ്ദാമ വീര്യാണാം വർദ്ധിച്ച വീര്യത്തോടുകൂടിയ തേഷാം അവരുടെ മധ്യത്തിൽ, അതായത് ഈ ഭാര്യമാരുടെ മധ്യത്തിൽ, ഭാര്യയല്ല, ഈ മക്കളുടെ. അപ്പൊ ഭഗവാന് ഓരോരുത്തരിൽ 10 എന്ന് പറഞ്ഞപ്പോ എത്ര മക്കളുണ്ടായിരുന്നു? 16,108 ഭാര്യമാർ. അപ്പൊ അവരിൽ ഓരോരുത്തരിലും 10 മക്കൾ. അപ്പൊ 16,108 ഗുണം 10. അപ്പൊ എത്ര വരും മക്കള്? 1,61,080 പുത്രന്മാര് വരും. അപ്പൊ ഇത് അങ്ങനെയുള്ള ഈ 1,61,080 പുത്രന്മാരിൽ അവരുടെ മധ്യത്തിൽ എന്ന് വെച്ചാൽ തേഷാം അവരിൽ 18 പേർ ഉദാര യശസ്സഹ ഉത്കൃഷ്ടമായ യശസ്സോടുകൂടിയ മഹാരഥാഹ ആസൻ മഹാരഥന്മാർ എന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് യോദ്ധാക്കളെ ഒരേ സമയം നേരിടാൻ കഴിവുള്ളവരെയാണ് മഹാരഥന്മാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഹാരഥന്മാരായിരുന്നു ഇതിൽ 18 പേർ. തേഷാം അവരുടെ നാമങ്ങളെ മേ എന്നിൽ നിന്ന് ശൃണു കേട്ടോളൂ. അപ്പൊ 18 പേർ, ഈ 1,61,080 പുത്രന്മാരിൽ 18 പേർ മഹാരഥന്മാരായിരുന്നു. അവരുടെ പേരുകളാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. തേഷാമുദ്ദാമ വീര്യാണാം 18 മഹാരഥാഃ ആസൻ ഉദാര യശസാ തേഷാം നാമാനി മേ ശൃണു. അപ്പൊ ഇനി ആ 18 മക്കളുടെ പേരാണ് 33-34 കാണും. പ്രത്യുമ്നാശ്ചാനുരുദ്ധശ്ച ദീപ്തിമാൻ ഭാനുരേവ ച സാംബോ മധുർ ബൃഹത് ഭാനു ചിത്രഭാനുർഭൃഗോ അരുണ പുഷ്കരോ വേദബാഹുശ്ച ശ്രുതദേവ സുനന്ദനഃ
ചിത്രബാഹുർവിരൂപശ്ച കവിർ നിഗ്രോധ ഏവച. ആരൊക്കെയാണ്? പ്രത്യുമ്നൻ, അനിരുദ്ധൻ. അനിരുദ്ധൻ പ്രത്യുമ്നന്റെ മകനാണ്. അപ്പൊ മക്കളുടെയും മക്കളുടെ മക്കള്, അതിൽ 18 പേരാണ്. അനിരുദ്ധൻ, ദീപ്തിമാൻ, ഭാനു, സാമ്പൻ, മധു, ബൃഹത് ഭാനു, ചിത്രഭാനു, വൃകൻ, അരുണൻ, പുഷ്കരൻ, വേദബാഹു, സുതദേവൻ, സുനന്ദൻ, ചിത്രബാഹു, വിരൂപൻ, കവി, നിഗ്രോധൻ. ഇങ്ങനെ 18 പേരാണ് മഹാരഥന്മാർ. 33, 34 ഒന്നുകൂടെ വായിക്കാം. പ്രത്യുമ്നശ്ചാനുരത്തശ്ച ദീപ്തിമാൻ ഭാനുരേവച സാംബോ മധുർ ബൃഹത് ഭാനു ചിത്രഭാനുർ വൃഗോരുണഃ. ശ്ലോകം 34. പുഷ്കരോ വേദബാഹുശ്ച ശുതദേവ സുനന്ദനഃ ചിത്രബാഹുർ വിരൂപശ്ച കവിർനിഗ്രോധ ഏവച. അടുത്ത ശ്ലോകം 35. ഏതേഷാമഭിരാജേന്ദ്ര തനുജാനാമദിദിശ പ്രത്യുമ്നാസീത് പ്രഥമ പിതൃവത് രുക്മിണീ സുതാം. ഏതേഷാം അഭിരാജേന്ദ്ര, ഏതേഷാം അഭിരാജേന്ദ്ര തനുജ, ഏതേഷാം തനുജ, ഈ പുത്രന്മാരുടെ കൂട്ടത്തിൽ മധുദിശ, അതായത് മധുരൂപുവിന്റെ, അതായത് കൃഷ്ണന്റെ, രാജേന്ദ്ര അല്ലയോ രാജശ്രേഷ്ഠ പരീക്ഷിത്തെ, കൃഷ്ണന്റെ ഈ പുത്രന്മാരുടെ കൂട്ടത്തിൽ പിതൃവത്, പിതാവിന് തുല്യമായ രുക്മിണീസുത, രുക്മിണീ പുത്രനായ പ്രത്യുമ്നഃ, പ്രത്യുമ്നൻ പ്രഥമ, ഒന്നാമതായിട്ട് ആസി. 18 പേരിൽ ഒന്നാമന് ആരാണ്? പ്രത്യുമ്നനാണ്. പിതൃതുല്യനായവൻ രുക്മിണീ പുത്രനായ പ്രത്യുമ്നനായിരുന്നു. ഏതേഷാം അഭിരാജേന്ദ്ര തനുജാനാം മധുദിശ പ്രത്യുമ്നാസീത് പ്രഥമ പിതൃവത് രുക്മിണീ സുതാ. ശ്ലോകം 36. സ രുക്മിണോ ദുഹിതരം ഉഭയേമേ മഹാരഥ തസ്മാസുതോ അനുരുദ്ധോ അഭൂന്നാഗായുധ ബലാന്വിതാം. മഹാരഥ സഹ, മഹാരഥനായ അവൻ രുക്മിണഃ, രുക്മിയുടെ ദുഹിതരം പുത്രിയെ, രുക്മി ആരാണ്? രുക്മിണിയുടെ സഹോദരൻ. ഉഭയമേ വിവാഹം ചെയ്തു. തസ്മാത് അവനിൽ നിന്ന് നാഗ ആയുധ ബലാന്വിത, 10,000 നാഗങ്ങളുടെ ബലത്തോടുകൂടിയ അനുരുദ്ധവാസുത, അനിരുദ്ധൻ എന്ന പുത്രൻ അഭൂതുണ്ടായി. അപ്പൊ മഹാരഥനായ പ്രത്യുമ്നൻ രുക്മിയുടെ പുത്രിയെ, അതായത് അമ്മാവിന്റെ മകളെ വിവാഹം കഴിച്ചു. അവളിൽ നിന്ന് പ്രത്യുമ്നന് അനിരുദ്ധൻ എന്ന പുത്രനുണ്ടായി. അവന് 10,000 നാഗം എന്നിവിടെ പറയുന്നത് ആനയാണ്. 10,000 ആന, നാഗങ്ങളുടെ എന്ന് പറഞ്ഞില്ലേ, 10,000 നാഗായുധ, 10,000 നാഗങ്ങളുടെ എന്ന് പറഞ്ഞാൽ നാഗം ആന എന്നും അർത്ഥമുണ്ട്. അപ്പൊ 10,000 ആനകളുടെ ബലം ഉള്ളവൻ ആയിരുന്നു. ശ്ലോകം 37. സചാപി രുക്മിണ പൗത്രീ ദൗഹിത്രോ ജഗൃഹേ തഥാ വജ്രതസ്യാഭവത് യസ്തു മൗസലാത് അവശേഷിതഃ. സഹ ചാപി ച അഭിരുക്മിണഃ പൗത്രീം ദൗഹിത്രഃ ജഗൃഹേ തതഃ വജ്രഃ തസ്യാഭവത് ജഹാതു മൗസലാത് അവശേഷിതഃ. സഹ ചാപി രുക്മിണഃ പൗത്രീം ദൗഹിത്രഃ, പുത്രിയുടെ പുത്രനായ സഹ ച അവനും, അതായത് രുക്മിണിയുടെ പുത്രീപുത്രനായ അനിരുദ്ധനും, രുക്മിണഃ പൗത്രി, രുക്മിയുടെ പുത്രന്റെ പുത്രിയെ ജഗൃഹേ വിവാഹം ചെയ്തു. അനിരുദ്ധനാര് വിവാഹം ചെയ്തു? രുക്മിയുടെ പുത്രന്റെ പുത്രിയെ വിവാഹം ചെയ്തു. തതഹ അവളിൽ നിന്ന് തസ്യ അവന് വജ്രഹ, വജ്രൻ അഭവത്, വജ്രൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായി. യഹാതു യാതൊരുത്തൻ മൗസലാദ്, മൗസലം, മുസലം എന്ന് പറഞ്ഞ ഉലക്ക, മൗസലം എന്ന് പറഞ്ഞ അതായത് ഉലക്ക നിമിത്തമുള്ള യദുകുല നാശം. അത് പിന്നെ ഇനി നമ്മൾ പഠിക്കും. മഹർഷിമാരുടെ ശാപം മൂലം ഒരിക്കല് ഈ സാമ്പൻ
സപ്തർഷികൾ വന്നപ്പോൾ ഈ സാമ്പനും കൂട്ടുകാരും എന്ത് ചെയ്തു? സാമ്പനെ ഒരു ഗർഭിണിയായിട്ട് വേഷം കെട്ടിച്ച് ആ മഹർഷിമാരോട് ചോദിച്ചു, ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ? അപ്പോ മഹർഷിമാർ പറഞ്ഞു ഇരുമ്പുലക്ക. മഹർഷിമാർക്ക് മനസ്സിലായി, ഇരുമ്പുലക്ക പ്രസവിക്കുമെന്ന് പറഞ്ഞു. മഹർഷിമാർ അങ്ങോട്ട് പോയതും സാമ്പന് വയറുവേദന വന്നു. സാമ്പന്റെ വയറിൽ നിന്ന് ഒരു ഇരുമ്പുലക്ക പുറത്തു വന്നു. ഇവർ പേടിച്ചുപോയി. ഒരു ഓടിച്ചെന്ന് ഉഗ്രസേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഉഗ്രസേനൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യദുകുലത്തിന് നാശവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഉഗ്രസേനൻ പറഞ്ഞു, ആ ഉലക്കെ പൊടിച്ച് പൊടിയാക്കി കടലിലിടാൻ പറഞ്ഞു. അപ്പൊ ഈ കടൽ വെള്ളം കരയിലോട്ട് അടിച്ചപ്പോൾ ഈ പൊടികൾ വീണ സ്ഥലത്ത് ഏരക പുല്ലുകൾ, കൂർത്ത മൊനയുള്ള പുല്ലുകൾ, അവസാനം യദുക്കൾ തമ്മിൽ അടിച്ചത് ഈ ഏരക പുല്ലുകൾ കൊണ്ടാണ് അടിച്ച് മരിച്ചത്. ഇനി കൃഷ്ണൻ തന്നെ സ്വർഗാരോഹണത്തിന് ഒരു വേടന്റെ അമ്പയറ്റെന്ന് പറഞ്ഞു. ഇതിൽ അവശേഷിച്ച ഒരു കഷ്ണം ഇതെടുത്ത് അമ്പുണ്ടാക്കി ഒരു വേടൻ അറിയാതെ ഒരു മാനെന്ന് വിചാരിച്ച് കൃഷ്ണന്റെ കാലിൽ അമ്പ ചെയ്തു. അപ്പൊ അങ്ങനെ യദുകുലത്തിന്റെ നാശം മുഴുവൻ ഇരുമ്പ് ഉലക്ക കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. അതാണ് ഇവിടെ പറയുന്നത് മൗസലാത് അവശേഷിത. മൗസലത്തിന് ശേഷം ഉലക്ക നിമിത്തമുള്ള യദുകുല നാശത്തിന് ശേഷം അവശേഷിച്ചത്, ബാക്കി എല്ലാവരും മരിച്ചു, പിന്നെ വജ്രൻ മാത്രമാണ് അവശേഷിച്ചത്. അത് ആരുടെ പുത്രനാണ്? ഈ അനിരുദ്ധന്റെ പുത്രനാണ് വജ്രൻ. സചാഭിരുക്മിണ പൗത്രി ദൗഹിത്രോ ജഹൃഗേ തഥാ വജ്ര സ്തസ്യാത് അഭവത് യസ്തു മൗസലാത് അവശേഷിതഃ. ശ്ലോകം 38. പ്രതിബാഹുരഭൂത് തസ്മാത് സുബാഹുസ്തസ്യ ചാത്മജ സുബാഹോ ശാന്തസേനോ അഭൂത് ശുതസേനസ്തു തത്സുതാ. പ്രതിബാഹുർ അഭൂത് തസ്മാത് സുബാഹുസ്തസ്യ ചാത്മജ സുബാഹോഹോ ശാന്തസേനോ അഭൂത് ശുതസേനസ്തു തത് സുതഃ. തസ്മാത് അവനിൽ നിന്ന്, വജ്രനിൽ നിന്ന്, അതായത് വജ്രന്റെ പുത്രൻ പ്രതിബാഹു അഭൂത്, പ്രതിബാഹു ഉണ്ടായി. തസ്യ ആത്മജ, ആ പ്രതിബാഹുവിന്റെ പുത്രൻ സുബാഹു ഉണ്ടായി. സുബാഹോഹോ, സുബാഹുവിൽ നിന്ന് ശാന്തസേനാഭൂത്, ശാന്തസേനനുണ്ടായി. തത്സുത, അവന്റെ പുത്രൻ ശുതസേനൻ ഉണ്ടായി. പ്രതിബാഹുരഭൂത് തസ്മാത് സുബാഹു തസ്യ ചാത്മജ സുബാഹോ ശാന്തസേനോഭൂത് ശുതസേനസ്തു തത്സുതാം. ശ്ലോകം 39. നഹ്യേതസ്മിൻ കുലേ ജാത അധന അബഹു പ്രജാഃ അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജഞ്ജിരേ. ന ഹി ഏതസ്മിൻ കുലേ, ഏതസ്മിൻ കുലേ, ഈ കുലത്തിൽ അധന ദരിദ്രന്മാരും പ്രജ ബഹുപ്രജകളോട് കൂടാത്തവരും നഹി ജാത ഉണ്ടായില്ല. അപ്പൊ ഇതിൽ ദരിദ്രന്മാരില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിലുള്ളവരെല്ലാം ധനവാന്മാരായിരുന്നു. പിന്നെ ബഹുപ്രജകളോട് കൂടാത്തവർ അല്ലായിരുന്നു എന്നാണ്. അപ്പം ബഹുപ്രജകളോട് കൂടിയവരുമായിരുന്നു, അതായത് ധാരാളം മക്കളും അവർക്കുണ്ടായിരുന്നു. അല്പായുഷക, അല്പമായ ആയുസോട് കൂടിയവരും, അല്പവീര്യാക, അല്പവീര്യത്തോടു കൂടിയവരും, അബ്രഹ്മണ്യ, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരും ജനിച്ചില്ല. അപ്പൊ ഈ കുലത്തിൽ ആയുസ്സും വീര്യവും ബ്രാഹ്മണ ഭക്തിയും കുറഞ്ഞവർ ഈ കുലത്തിൽ ജനിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുലത്തിലുള്ളവരെല്ലാം ആയുസ്സും വീര്യവും ബ്രാഹ്മണ ഭക്തിയും ഉള്ളവർ ആയിരുന്നു. നഹേതസ്മിൻ കുലേ ജാത അധന അബഹുപ്രജ അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജഞ്ജിരേ. ശ്ലോകം 40. യദുവംശപ്രസൂതാനാം പുംസാം വിഖ്യാത കർമ്മണാം സംഖ്യാന ശക്യതേ കർത്തൃം അഭിവർഷായുധൈർ നൃപാം. യദുവംശപ്രസൂതാനാം പുംസാം വിഖ്യാത കർമ്മണാം, ഏറ്റവും കീർത്തിക്കപ്പെട്ട കർമ്മത്തോടുകൂടിയ യദുവംശപ്രസൂതാനാം,
യദുവംശത്തിൽ ജനിച്ച പുംസാം പുരുഷന്മാരുടെ സംഖ്യ എണ്ണം നൃപ രാജാവേ വർഷായുധൈ 10,000 വർഷം കൊണ്ടും കർത്തൃം നിർണയിക്കാൻ കൊണ്ട് ഞാൻ ശക്യതേ പറ്റുകയില്ല കഴിയുകയില്ല. അതായത് ഇതിൽ പ്രസിദ്ധമായ കർമ്മം നടത്തിയവരായ യദുവംശക്കാരുടെ എണ്ണം നമ്മൾ അനേക വർഷം ശ്രമിച്ചാലും എണ്ണം നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം ഇതില് യദുക്കളുടെ എണ്ണം കൂടി വന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ സന്താനങ്ങളും നല്ല കൂടിയതായിരുന്നു. ധനസമൃദ്ധി, ഐശ്വര്യം, ആയുസ്, വീര്യം എല്ലാം കൂടിയവരായിരുന്നു യദുക്കന്മാർ. ഭഗവാന്റെ വംശമല്ലേ, അപ്പൊ അതുകൊണ്ടെല്ലാം ഭഗവാൻ ആ പരിപൂർണനായ ആ പരബ്രഹ്മമാണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള എല്ലാ ഐശ്വര്യങ്ങളും യദുകുലത്തിനും ഉണ്ടായിരുന്നു. യദുവംശപ്രസൂതാനാം പുംസാം വിഖ്യാത കർമ്മണ സംഖ്യാന ശക്യതേ കർത്തൃം അഭിവർഷായുധൈർനൃപ. ശ്ലോകം 41. തിസ്രകോട്യ സഹസ്രാണാം അഷ്ടാശീതിശതാനി ച ആസന്യദുകുലാചാര്യ കുമാരാണാമിതി ശ്രുതം. തിസ്ര കോട്യ സഹസ്രാണാം അഷ്ടഅശീതിശതാനി ച. കുമാരകന്മാരുടെ യദുകുലാചാര്യ, യദുകുലത്തിലെ ആചാര്യന്മാർ തിസ്ര കോട്യ 3 കോടികളും സഹസ്രാണാം അഷ്ടാശീതി 88 100,000 ആസൻ ഭവിച്ചു എന്ന് ശ്രുതം കേൾക്കപ്പെട്ടിരിക്കുന്നു. അതായത് 3 കോടി 80 ലക്ഷം 88 100 1000. അപ്പോൾ 88 ലക്ഷം എന്ന് വരും. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോഴെത്ര വരും? 3 കോടി 88 ലക്ഷം എന്ന് വരും. അപ്പൊ അതാരാണ്? ആചാര്യന്മാരാണ്. യദുവംശത്തിൽ ജനിച്ച കുട്ടികളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാരുടെ സംഖ്യ 3 കോടി 88 ലക്ഷം ആയിരുന്നു. പിന്നെ ഓരോ ആചാര്യനും എത്ര 1000 കുട്ടികളെ വീതം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളാ, അപ്പൊ അവരുടെ ആചാര്യന്മാർ ഇത്ര അധികം കുട്ടികൾ എത്രയായിരിക്കും? ഒരു ആചാര്യന് 1000 കുട്ടികൾ. അപ്പോ ഇവിടെ എത്ര ആചാര്യന്മാരുണ്ടായിരുന്നു? 3 കോടി 88 ലക്ഷം ആചാര്യന്മാർ. അപ്പോ കുട്ടികൾ 38 കോടി 80 ലക്ഷം കുട്ടികൾ. 3 കോടി 88 ലക്ഷം ആചാര്യന്മാരാണെങ്കിൽ അതിൽ കൂടി ആ ഒരു ആചാര്യന് 1000 കുട്ടി ഗുണം 1000. അപ്പൊ എത്ര വരും? 38 കോടി 80 ലക്ഷം എന്ന് പറയും. അപ്പൊ ഇത്രയും കുട്ടികളുണ്ടായിരുന്നു എന്നാണ്. അപ്പം സംഖ്യ ക്ലിപ്തമായി പറയാൻ പ്രയാസം എന്നാണ് പറയുന്നത്. അത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ്. തിസ്രകോട്യ സഹസ്രാണാം അഷ്ടാശീതി ശതാനി ച ആസന്നതുകുലാചാര്യ കുമാരാണാമിതി ശ്രുതം. ശ്ലോകം 42. സംഖ്യാനം യാദവാനാം കരിഷ്യതി മഹാത്മനാം യത്ര ഐതാനാം ഐത ലക്ഷേണ ആസ്തേസ ആഹുഗഃ. സംഖ്യാനാം യാദവാനാം കഹ കരിഷ്യതി മഹാത്മനാം. മഹാത്മാക്കളായിരിക്കുന്ന യാദവന്മാരുടെ സംഖ്യാനം, സംഖ്യാനിർണയത്തെ കഹ ആർ കരിഷ്യതി ചെയ്യും. അപ്പൊ ഇവരുടെ സംഖ്യകൾ നമുക്ക് ശരിക്കൊന്നും പറയാൻ പറ്റൂല. ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. യാദവകുലത്തിൽ എത്രയോ 5 ലക്ഷം ജനങ്ങളുടെ രാജാവായിട്ടാണ് പ്രസ്ഥനായ ഉഗ്രസേനൻ ഭരിച്ചിരുന്നതെന്നാണ്. എത്ര യാതൊന്നിൽ ഐതാനാം, ഐതങ്ങളുടെ ഐത ലക്ഷേണ, 5 ലക്ഷം ഐതങ്ങൾ എന്നുവെച്ചാൽ കോടാനുകോടി. അപ്പൊ യാദവരുടെ സംഖ്യ നിർണയം ചെയ്യാൻ നമുക്ക് ആർക്ക് സാധിക്കുമെന്ന് ആർക്കും സാധിക്കുകയില്ല.
യാദവകുലത്തിൽ എത്രയോ 5 ലക്ഷം ജനങ്ങളുടെ രാജാവായിട്ടാണ് പ്രസ്തനായ ഉഗ്രസേനൻ ഇരിക്കുന്നത്. മഹാത്മാക്കളായ ആ യാദവന്മാരുടെ സംഖ്യ നമുക്ക് നിർണയിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ കോടാനുകോടി ആൾക്കാർ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. സംഖ്യാനാം യാദവാനാങ്ക കരിഷ്യതി മഹാത്മനാം എത്ര ആയുധാനാം ആയുധ ലക്ഷേണാസ്തേ സ ആകുക. ശ്ലോകം 43. ദേവാസുര ആഹവ ഹത ദൈതേയായേ സുദാരുണാഹ തേജോത്പന്ന മനുഷ്യേഷു പ്രജാതൃപ്ത ബബാധിരേ. ദേവ അസുര ആഹവ ഹത ദൈതേയോ യേ സുദാരുണാഹ. സുദാരുണ ഏറ്റവും ഭയങ്കരന്മാരായ ഏ ദൈതേയ യാതൊരു അസുരന്മാർ ദൈവാസുര ആഹവ ഹത ദൈവാസുര യുദ്ധത്തിൽ ഖനിക്കപ്പെട്ടുവോ. മനുഷ്യേഷു മനുഷ്യരിൽ ഉത്ഭവിച്ച തേ അവർ തൃപ്ത ഗർവിതന്മാരായിട്ട് പ്രജകളെ ബബാധിരെ ബാധിച്ചു. അതായത് നേരത്തെ പൂർവം ദേവാസുര യുദ്ധത്തിൽ ഖനിക്കപ്പെട്ട ഭയങ്കരന്മാരായ അസുരന്മാർ മനുഷ്യവർഗത്തിൽ ശിശുപാലൻ ജരാസന്ധ രൂപേണ ജനിച്ചവരായി ഗർവിഷ്ഠരായിട്ട് ജനങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങി. ദൈവാസുരാഹവഹത ദൈതേയായേ സുദാരുണാഹ തേജോത്പന്ന മനുഷ്യേഷു പ്രജാതൃപ്ത ബബാധിരേ. ശ്ലോകം 44. തന്നിഗ്രഹായ ഹരിണ പ്രോക്താദേവ യദോകുലേ അവതീർണ കുലശതം തേഷാമേകാധികം നൃപ. തന്നിഗ്രഹായ ഹരിണ അവരുടെ വധത്തിനായിക്കൊണ്ട് ഹരിണ വിഷ്ണുവിനാൽ പ്രോക്ത ആജ്ഞാപിക്കപ്പെട്ട ദേവന്മാർ, അതായത് അസുരന്മാർ കൂടുമ്പോൾ ദേവന്മാർ വിഷ്ണുവിനോട് അവരുടെ സങ്കടം ഉണർത്തിക്കും. അപ്പോൾ വിഷ്ണു അവതാരം എടുക്കും. അതായത് അവരുടെ വധത്തിനായിക്കൊണ്ട് വിഷ്ണുവിനാൽ ആജ്ഞാപിക്കപ്പെട്ട ദേവന്മാർ യദോഹോ കുല യദുവിന്റെ കുലത്തിൽ അവതരിച്ചവരായി. അപ്പോൾ വിഷ്ണു പറഞ്ഞതനുസരിച്ച് വിഷ്ണു ജനിക്കുമ്പോൾ ദേവന്മാരും ആ കുലത്തിൽ ജനിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു. അതനുസരിച്ചാണ് അവര് നൃപ രാജാവെ തേഷാം അവരുടെ ഏകാധികം ഒന്ന് അധികരിച്ചതായ കുലശതം 100 കുലം ഉണ്ട്. അപ്പൊ ഭൂമിയിൽ ജനിച്ചിരുന്ന അസുരന്മാരെ വധിക്കാനായിക്കൊണ്ട് ദേവന്മാർ യദുകുലത്തിൽ അവതരിക്കണമെന്ന് ഭഗവാൻ കൽപ്പിച്ചു. അതുപ്രകാരം ജനിച്ച ദേവന്മാരുടെ 101 കുല യദുവംശത്തിലുണ്ട്. അപ്പൊ ദേവന്മാർ ഭഗവാൻ ജനിച്ചപ്പോൾ ദേവന്മാരെല്ലാം യദുകുലത്തിൽ ജനിച്ചു. അതുതന്നെ 101 കുലമുണ്ട്. അപ്പൊ അവരുടെ സംഖ്യ ആലോചിച്ച് നോക്കണം, എത്ര ആൾക്കാരുണ്ടെന്നവിടെ. തന്നിഗ്രഹായ കരുണ പ്രോക്താദേവ യദോകുലേ അവതീർണ കുലശതം തേഷാം ഏകാധികം നൃപാം. ശ്ലോകം 45. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേനാഭവത് ഹരി യേ ചാനുവർത്തിനസ്തസ്യ വവ്രധൂ സർവയാദവാഹ. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേന അഭവത് ഹരി യേ ചാനുവർത്തിനസ്തസ്യ വവ്രധൂ സർവയാദവാഹ. തേഷാം അവരുടെ പ്രഭുത്വേന പ്രഭുവായിട്ടും പ്രമാണമായിട്ടും ഭഗവാൻ ഹരിഹി വിഷ്ണു ഭഗവാൻ അഭവത് ജനിച്ചു. അങ്ങനെ യദുകുലത്തിൽ അവതരിച്ച ദേവന്മാരുടെ നാഥനായിട്ടും പ്രമാണമായിട്ടും ഭഗവാൻ ഹരിയും അവതരിച്ചു. തസ്യ അവന്റെ അനുവർത്തികൾ യാതൊരുത്തരോ സർവയാദവന്മാരും വവൃധു വർദ്ധിച്ചു. അങ്ങനെ ഭഗവാന്റെ പാർഷദന്മാരായ സകല യാദവന്മാരും ധനധാന്യ സമൃദ്ധിയുള്ളവരായി ഭവിച്ചു. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേനാഭവത് ഹരി യേ ചാനുവർത്തിനസ്തസ്യ വവ്രധു സർവയാദവാഹ. ശ്ലോകം 46. ശയ്യാസന അടനാലാപ ക്രീഡാ സ്നാനാദി കർമ്മസു ന വിദുസന്തമാത്മാനം
വൃഷ്ണയ കൃഷ്ണചേതസഃ. ശയ്യ ആസന അടന ആലാപ ക്രീഡ സ്നാന ആദി കർമ്മസു നഖവിദു സന്തമാത്മാനം വൃഷ്ണയ കൃഷ്ണചേതസഃ. കൃഷ്ണചേതസഃ കൃഷ്ണനിൽ മനസ്സോടുകൂടിയ വൃഷ്ണികൾ. അപ്പൊ കൃഷ്ണനിൽ മനസ്സോടുകൂടിയ ആ വൃഷ്ണികൾ ശയ്യ അവര് ശയനം, ആസന ഇരിപ്പ്, അടന സഞ്ചാരം, ആലാപം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, ക്രീഡ കളി, സ്നാനം കുളി എന്നീ കർമ്മങ്ങളിൽ വർത്തിച്ചിരുന്നു. അതായത് കൃഷ്ണനോടൊപ്പം തന്നെ ഇവർ കിടക്കുകയും കളിക്കുകയും കുളിക്കുകയും ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ളവര് ആത്മാനം തങ്ങളെ തന്നെ നവിതു അറിഞ്ഞില്ല. അപ്പൊ അവര് തങ്ങൾ ആരാണെന്നുള്ള ശ്രദ്ധിക്കൂല. പിന്നെ മനസ്സ് മുഴുവൻ ആരാണ്? കൃഷ്ണനിൽ തന്നെയാണ്. അപ്പൊ അവരുടെ എല്ലാ മനസ്സ് ഏത് ജോലി ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണന്. തങ്ങളെ പറ്റി അവര് ചിന്തിക്കാറേയില്ല. അവര് ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ഓരോ ജോലിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ അവരുടെ മനസ്സ് സർവദാ ഭഗവാനിലായിരുന്നു. ശയ്യാസനാടനാലാപ ക്രീഡാസ്നാനാദി കർമ്മസു ന വിദുസന്തം ആത്മാനം വൃഷ്ണയ കൃഷ്ണചേതസഃ. ശ്ലോകം 47. തീർത്ഥം ചക്രേ നൃപോനം യതജനിയദുഷു. തീർത്ഥം ചക്രേ നൃപോനം യതജനിയദുഷു സ്വസരിത്പാദചൗജം വിദ്യുത് സ്നിഗ്ധ സ്വരൂപം യൈരജിതപരാ ക്ഷീരദർത്ഥേന്യയത്ന. യന്നാമമംഗളഘ്നം ശ്രുതമതഗതിദം യത്കൃതോ ഗോത്രധർമ്മ കൃഷ്ണസ്യേതജ്ഞ ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധസ്യ. തീർത്ഥം ചക്രേ നൃപ ഊനം. നൃപ ഹേ രാജാവേ എന്നുള്ള അർത്ഥമാണ്. നൃപ ഊനം. യത് അജനി യദുഷു സ്വഹ സരിത്ത് പാദ ശൗചം. ഓരോ അതിന്റെ ശ്ലോകമായിട്ട് നമുക്ക് ആ ഓരോ വരിയായിട്ട് ചർച്ച ചെയ്യാം. അല്ലാതെ എല്ലാം കൂടെ പറയുമ്പോൾ അത് വലിയ ഒരു ശ്ലോകമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ വരി എടുക്കാം അതിന്റെ. അപ്പൊ തീർത്ഥം ചക്രേ നൃപ അല്ലയോ രാജാവേ യത് അജനി യദുഷു. യദുക്കളിൽ യത് അജനി യാതൊന്ന് ജനിച്ചുവോ തത് അത് സ്വസരിത് പാദ ശൗചം. സ്വസരിത് എന്ന് വെച്ചാൽ സ്വർഗനദി, അതായത് ഗംഗ. ഗംഗ പാദശൗചമായ ആ തീർത്ഥത്തെ ഊനം ചക്രേ താണതാക്കി തീർത്തു. അപ്പോ സാധാരണ ഏത് ജലമാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്? ഗംഗാജലം. ഇനി ഗംഗാജലം ശുദ്ധമായതിന് കാരണം എന്താണ്? ഭഗവാൻ വാമന അവതാരത്തിൽ രണ്ടാമത്തെ അടി സ്വർഗത്തിൽ മുകളിലുള്ള ലോകത്തിലേക്ക് വെച്ചപ്പോൾ ബ്രഹ്മാവ് കമണ്ടലിൽ നിന്ന് വെള്ളമെടുത്ത് ഭഗവാന്റെ പാദം കഴുകി. ആ ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥമാണ് ഗംഗയായിട്ട് താഴോട്ട് ഒഴുകിയത്. അതാണ് ഗംഗയുടെ പരിശുദ്ധിക്ക് കാരണം. അപ്പൊ സർവ്വതീർത്ഥങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായത് ഏതാണ്? ഗംഗ. കാരണം എന്താണ്? ഭഗവാന്റെ പാദതീർത്ഥമാണത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദസമ്പർക്കം കൊണ്ടാണ് ഗംഗയ്ക്ക് അങ്ങനെയുള്ള പരിശുദ്ധി വന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ആ ഭഗവാൻ തന്നെ യദുകുലത്തിൽ അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ കീർത്തി ഗംഗയാകുന്ന തീർത്ഥത്തെക്കാൾ ജനഹൃദയത്തിൽ പരിശുദ്ധി വരുത്തുന്ന മഹാതീർത്ഥമായി ഭവിച്ചിരിക്കുന്നു. ഇനി ഗംഗയിലൊക്കെ പോകണമെങ്കിൽ ഗംഗാ നദി ഒഴുകുന്ന സ്ഥലത്ത് പോകണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഭഗവാൻ കൂടെയുണ്ട്. അവർ നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ കാലിലെ വെള്ളം കഴുകിയതാണ് ഗംഗയുടെ തീർത്ഥമെങ്കിൽ ഭഗവാൻ തന്നെ അവിടെ ഇരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഗംഗാതീർത്ഥം അതിനേക്കാളും താണതായിപ്പോയി. അതായത് ഭഗവാൻ തന്നെ ഇവിടെ അവതരിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊനം ചക്രേ. ഊനം അത് താണതാക്കി തീർത്തു. ആ ഗംഗാതീർത്ഥം താണതാക്കി തീർത്തു. കാരണം ആ ഭഗവാന്റെ പാദോദകമാണ് ഗംഗ.
പക്ഷെ ഇപ്പൊ ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ആ യദുക്കളിൽ ജനിച്ച ആ ഭഗവാൻ ആ ഗംഗാതീർത്ഥത്തെക്കാൾ എല്ലാവരെയും ഭഗവാന്റെ യശസ് കൊണ്ട് ശുദ്ധമാക്കി തീർത്തു. വിദുട് സ്നിഗ്ധ, വിദുട് എന്ന് വെച്ചാൽ ശത്രുക്കളും സ്നിഗ്ധ മിത്രങ്ങളും, സ്വരൂപത്തെ യയു പ്രാപിച്ചു. അപ്പൊ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്നൊന്നും ഭഗവാൻ നോക്കാറില്ല. എല്ലാ പേർക്കും ഭഗവാൻ മുക്തി കൊടുത്തു. ശത്രുവായ ശിശുപാലന്, കംസന് എല്ലാം മുക്തി കൊടുത്തില്ലേ? അപ്പൊ അത് ശത്രുക്കളാണോ മിത്രങ്ങളെന്നൊന്നും ഭഗവാൻ നോക്കാറില്ല. അതാണ് വിദുട് സ്നിഗ്ധ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളും മിത്രങ്ങളും സ്വരൂപത്തെ, ഭഗവാന്റെ ആ സ്വരൂപത്തെ തന്നെ പ്രാപിച്ചു. എല്ലാ പേർക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു, സാരൂപ്യ മോക്ഷം കൊടുത്തു. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപോലെ സാരൂപ്യ മുക്തി നൽകി അവരെ ഭേദം കൂടാതെ ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പൊ രണ്ടാമത്തെ ലൈന് വിദുട് സ്നിഗ്ധ സ്വരൂപം യയുർ. വിദുട് സ്നിഗ്ധ സ്വരൂപം യയുർ. ഇനി അജിതപര ഷീർ യഥർത്ഥേ അന്യയത്നഃ. അത്രയുടെ അർത്ഥം നോക്കാം. യയുഹു അടുത്ത അജിതപരാം ശ്രീഹി യഥർത്ഥേ അന്യയത്നഃ. യഥർത്ഥ യാതൊന്നിനു വേണ്ടി അന്യയത്നഃ അന്യന്മാരുടെ പ്രയത്നമോ ശ്രീ ആ ലക്ഷ്മി അജിതപര ആരാലും ജയിക്കപ്പെടാത്തവളും തത്പരയും ആയിരിക്കുന്നു. ഇനി ലക്ഷ്മി ദേവിയാണെങ്കിലോ ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷം ലഭിക്കാൻ വേണ്ടി ബ്രഹ്മാദി ദേവന്മാർ പോലും നിരന്തരം തപസ് മുതലായ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ ലക്ഷ്മി ദേവി എവിടെയുണ്ട്? കൃഷ്ണനെ സേവിച്ചുകൊണ്ട് കൃഷ്ണനിൽ തന്നെയുണ്ട്. കൃഷ്ണന്റെ മാരടത്തിൽ ലക്ഷ്മി ദേവിയുണ്ട്. അപ്പം ബ്രഹ്മാവ് മുതലായവർ ലക്ഷ്മി ദേവിയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ലക്ഷ്മി ദേവി ഇവിടെ കൃഷ്ണനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ ദേവിയും അവിടെ തന്നെ ഉണ്ട്. ഭഗവാന്റെ മാരടത്തിലാണല്ലോ ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ലക്ഷ്മി ദേവി ഭഗവാനെ വിട്ടുപിരിയാതെ ഇരിക്കുന്നു എന്ന് പറയും. നാരായണത്തിലും പറയുമല്ലോ. അടുത്തത് യൻ നാമ അമംഗളഘ്നം ശ്രുതമതഗതിതം യത്കൃതഃ ഗോത്ര ധർമ്മഃ. യൻ നാമ അമംഗളഘനം ശ്രുതം ഗതിതം. ശ്രുതം കേൾക്കപ്പെട്ടതോ ഗതിതം ഉച്ചരിക്കപ്പെട്ടതോ ആയ എൻ നാമം യാതൊരുവന്റെ നാമം അമംഗളഘനം അമംഗളത്തെ ഇല്ലാതാക്കുന്നുവോ. ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ തന്നെ അമംഗളമില്ലാതാകുന്നു. ഗോത്രധർമ്മ വംശധർമ്മം ഗത്കൃത യാതൊരുവനാൽ ചെയ്യപ്പെട്ടുവോ. അപ്പൊ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ തന്നെ അമംഗളം ഇല്ലാതാകും. ഭഗവാൻ ഗോത്രധർമ്മം ചെയ്തു. കൃഷ്ണസ്യ ഏതത് ന ചിത്രം ക്ഷിതിഭരഹരണം കാല ചക്രായുധസ്യ. കാലചക്രം ആയുധമായിരിക്കുന്ന കൃഷ്ണന്റെ ഏതത് ക്ഷിതി ഭരഹരണം ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കുക എന്ന വ്യാപാരം ന ചിത്രം ആശ്ചര്യമല്ല. അപ്പൊ ഭഗവാൻ അവതരിക്കുന്നത് തന്നെ എന്തിനാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത. അപ്പൊ അങ്ങനെ ആ ദുഷ്കൃതന്മാരെ ഇല്ലാതാക്കാനും പരിത്രാണായ സാധുവിന സജ്ജനങ്ങളെ സംരക്ഷിക്കാനുമാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ആ ഭൂമിക്ക് ഭാരമായിരുന്ന എല്ലാ പേരെയും ഭഗവാൻ ഇല്ലാതാക്കി. കാലസ്വരൂപമായ സുദർശന ചക്രം കയ്യിലുള്ളതുകൊണ്ട് അത് ആയുധം, അതാണ് ചക്രായുധസ്യ. ഇച്ഛാമാത്രത്തിൽ തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ഭഗവാൻ ശക്തനാകുന്നു. ആരെങ്കിലും കൂടുതൽ വേല കാണിച്ചാൽ ഭഗവാൻ ഉടനെ സുദർശന ചക്രത്തെ സ്മരിച്ചാൽ മതി, ഉടനെ തന്നെ ചക്രം പോയി അവന്റെ കഴുത്ത് അറുത്തോളും. ശിശുപാലന്റെയൊക്കെ കഴുത്തറുത്ത് അങ്ങനെയാണല്ലോ, സുദർശന ചക്രം കൊണ്ടാണല്ലോ.
അപ്പം അങ്ങനെ ഭൂഭാരത്തെ അങ്ങനെ ഭഗവാൻ നശിപ്പിക്കും. കാലസ്വരൂപമായിരിക്കുന്ന സുദർശന ചക്രം കയ്യിൽ തന്നെ ആയുധമായിരിക്കുന്നതിനാൽ ഇച്ഛാമാത്രത്തിൽ ദുഷ്ടന്മാരെ ഭഗവാന് നിഗ്രഹിക്കാനും സാധിക്കുന്നു. തീർത്ഥം ചക്രേ നൃപോനം യഥജനിയദിഷു സ്വസരിത്പാദശൗചം വിദുസ്നിഗ്ധാസ്വരൂപം യൈരജിതപര ശ്രീരഥർത്തേന്യയത്ന യന്നാമമംഗളഖനം ശ്രുതമതഗതിതം യത്കൃതോ ഗോത്രധർമ്മ കൃഷ്ണസ്യേതജ്ഞചിത്രം ക്ഷിതിപരഹരണം കാലചക്രായുധസ്യാം. ശ്ലോകം 48. ചേദിജനനിവാസോ ദേവകീ ജന്മവാദോ യദുവര പരിഷത് സ്വൈർദോർഭിർ അസ്യന്നധർമ്മം സ്ഥിരചര വ്രജിനഘ്ന സുസ്മിത ശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം. ജയതി ജനനിവാസോ ദേവകീ ജന്മവാദഃ യദുവര പരിഷത് സ്വൈഹി ദോർഭിഹി അസ്യൻ അധർമ്മം സ്ഥിരചര വ്രജിനഘ്ന സുസ്മിത ശ്രീമുഖേന വ്രജപുര വനിതാനാം വർദ്ധയൻ കാമദേവം. ജയതി ജനനിവാസോ, ജനനിവാസോ ജനങ്ങളിൽ നിവസിക്കുന്നവനും, അതായത് ജനങ്ങളുടെ ആശ്രയഭൂതനായിരിക്കുന്നവനും, അതുപോലെ തന്നെ ജനങ്ങൾ അന്തര്യാമിയായി വസിക്കുന്നവനുമായ കൃഷ്ണൻ സർവോത്കർഷേണ വിളങ്ങുന്നു, അല്ലെങ്കിൽ ജയിക്കട്ടെ. ജയതി ജനന നിവാസോ, ജനങ്ങളിൽ നിവസിക്കുന്ന ഭഗവാൻ ജയതി, ജയിക്കട്ടെ. ദേവകീ ജന്മവാദോ, അപ്പൊ ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ദേവകിയുടെ ഗർഭത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദേവകി പുത്രനല്ലയോ? പിന്നെ അന്തര്യാമി എന്ന് പറയുന്നത് ശങ്കിക്കേണ്ട. അതായത് ദേവകിയിൽ ജനിച്ചെന്നത് കേവല വാക്ക് മാത്രം. അത് ആ ഭഗവാൻ വസുദേവരിലൂടെ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു എന്നാണ് ആദ്യത്തേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കേവലം ഒരു വാക്ക് മാത്രമാണ്. ശരിക്കും ഭഗവാൻ അവതാരമാണ്. സാധാരണ കുട്ടികളുടെ ജനനം പോലെ അല്ല ഭഗവാന്റെ ജനനം. ഭഗവാന്റെ അസാധാരണ മാഹാത്മ്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ യദുവര, രണ്ടാമത്തെ ലൈൻ, യദുവര പരിഷത് സൈർദോർഭിഹി അസ്യൻ അധർമ്മം. സ്വൈഹി ദോർഭിഹി, സ്വന്തം കൈകൾ കൊണ്ട് അധർമ്മം, അധർമ്മത്തെ അസ്യൻ ഇല്ലാതാക്കുന്നവൻ. അപ്പൊ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ്? ദുഷ്ടന്മാരെ ഇല്ലാതാക്കുക, അസുരന്മാരെ ഇല്ലാതാക്കുക. അങ്ങനെയുള്ള ഭഗവാന്റെ തന്റെ ഭുജങ്ങളാൽ അധർമ്മത്തെ ഇല്ലാതാക്കുന്നു. ഭുജബലത്താൽ അധർമ്മത്തെ ഇല്ലാതാക്കുന്നു. അതാണ് സ്വൈർ ദോർഭി അസ്യൻ അധർമ്മം. അവിടെ അസ്യൻ അധർമ്മം എന്നാണ്. ദോർഭിഹി അസ്യൻ അധർമ്മം. സ്ഥിരചര വ്രജിനഘ്ന, സ്ഥിരതര വ്രജിനഘ്ന, സ്ഥിരങ്ങളുടെയും ചരങ്ങളുടെയും പാപത്തെ നശിപ്പിക്കുന്നവനും. സ്ഥിരം എന്ന് വെച്ചാൽ വൃക്ഷങ്ങളും ബാക്കി പശുപക്ഷ്യാദി മൃഗങ്ങളല്ല. വൃക്ഷങ്ങൾ സ്ഥിരമാണ്, ഒരിടത്ത് നിൽക്കുന്നതാണ്, പിന്നെ ചലിക്കുന്നവയും ചലിക്കാത്തവയുമായ അവയുടെ സ്ഥിരചര വ്രജിനഘ്ന, അവയുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവനാണ്. വ്രജിന പാപം, ഖന നശിപ്പിക്കുക, വ്രജിനഘ്ന പാപത്തെ നശിപ്പിക്കുന്നത്. അതായത് വൃന്ദാവനത്തിലുള്ള വൃക്ഷ ലതാദികളുടെ പശുപക്ഷാദി മൃഗങ്ങൾക്ക് കൂടി സദ്ഗതി കൊടുക്കുന്നവനാണ് ഭഗവാൻ. അവരുടെ എല്ലാം പാപങ്ങളെ ഇല്ലാതാക്കി അവർക്കെല്ലാം സദ്ഗതി കൊടുക്കുന്നതാണ്. ഇപ്പൊ വൃന്ദാവനത്തിൽ നിന്ന 2 മരുത്തുമരങ്ങൾ ഭഗവാന്റെ ആ സ്പർശനം കൊണ്ട് അവയ്ക്കും മോക്ഷം കിട്ടി, അല്ലേ? അപ്പൊ അതുപോലെ പാമ്പ്, കൊക്ക്, ഇങ്ങനെ അതെല്ലാം ഭഗവാൻ കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ അവർക്കെല്ലാം സദ്ഗതി കിട്ടി. ഒരുപാട് അസുരന്മാർ വന്നല്ലോ, അവർക്ക് അസുരൻ, വത്സാസുരൻ, ഇങ്ങനെയുള്ള കുറേ പേരുണ്ടല്ലോ.
അപ്പോൾ അവർക്കെല്ലാം പൂതന ഇവർക്കെല്ലാം മോക്ഷം കിട്ടി. അതാണ് സ്ഥിരചര വ്രജിനഗ്ന. സുസ്മിത ശ്രീമുഖേന മനോഹരമായ മന്ദഹാസ ശ്രീയോടുകൂടിയ മുഖത്താൽ വ്രജപുര വനിതാനാം വർദ്ധയൻ കാമദേവം. വ്രജപുര വനിതാനാം, വ്രജത്തിലെ സ്ത്രീകൾക്കും പുരസ്ത്രീകൾക്കും കാമദേവം മന്മഥനെ വർദ്ധയൻ വർദ്ധിപ്പിക്കുന്നതിനുമായ അവൻ ജയിക്കുന്നു. അപ്പൊ മനോഹരമായ മന്ദഹാസ ശ്രീയോടുകൂടിയ മുഖാരവിന്ദത്താൽ വ്രജസ്ത്രീകൾക്കും മധുരാ പട്ടണത്തിൽ വസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും കാണുന്നവർക്ക് എല്ലാ പേർക്കും മന്മഥ വികാരത്തെ വർദ്ധിപ്പിച്ച് ഇഹത്തിലും പരത്തിലും ഒരുപോലെ ഭുക്തിയും മുക്തിയും നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവതാര സ്വരൂപത്തെ സ്വേച്ഛയാ സ്വീകരിച്ച ശ്രീകൃഷ്ണ അവതാരം സർവ ഉത്കൃഷ്ടേന ജയിക്കുന്നു. അപ്പോൾ ഇത് പൂർണ്ണാവതാരമാണ്. ആ കൃഷ്ണന്റെ അവതാരം എല്ലാം കൊണ്ടും ഒരു ജയം തന്നെയാണ്. ആ പൂർണ്ണാവതാരം ജയിക്കട്ടെ, അല്ലെങ്കിൽ എല്ലാത്തിനും ജയിക്കുന്നു എന്നുള്ള. ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവര വർഷത് സ്വൈർദോർഭിർ അസ്യന്ന ധർമ്മം സ്ഥിരചര വ്രജിനഗ്ന സുസ്മിത ശ്രീമുഖേന വ്രജപുര വനിതാനാം വർദ്ധയൻ കാമദേവം. ശ്ലോകം 49. ഇത്തം പരസ്യ നിജവർമ്മ രിരിക്ഷയാത്ത ലീലാതനോസ്തത് അനുരൂപ വിഡംബനാനി കർമാണി കഷണാനി യദുത്തമസ്യ ശൂയാദമുഷ്യ പദയോർ അനുവൃത്തിം ഇച്ഛൻ. ഇത്തം ഇപ്രകാരം പരസ്യ നിജവർമ്മ രിരക്ഷയ ഇപ്രകാരം നിജവർമ്മ രിരീക്ഷയ തന്റെ വേദമാർഗത്തെ രക്ഷിക്കാനുള്ള ഇച്ഛ കൊണ്ട്, തന്റെ മാർഗത്തെ എന്ന് വെച്ചാൽ വേദമാർഗത്തെ രക്ഷിക്കാനുള്ള ഇച്ഛ കൊണ്ട് ആത്തലീല തനോഹോ സ്വീകരിക്കപ്പെട്ട ലീലാവിഗ്രഹത്തോടുകൂടിയ പരമപുരുഷനായ യദുത്തമന്റെ കൃഷ്ണന്റെ തദനുരൂപ വിഡംബനാനി, അതിന് അനുരൂപങ്ങളും എന്നുവെച്ചാൽ അതിനനുസരിച്ച് ഭഗവാൻ ഓരോ രൂപങ്ങൾ, ഓരോ അവസരത്തിൽ ഓരോ രൂപം. മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, രാമോ രാമശ്ച രാമ, അങ്ങനെ ഇങ്ങനെ പല അവതാരങ്ങളാണ് ഭഗവാന്. കർമ്മ കഷണാനി, കർമ്മങ്ങളെ നശിപ്പിക്കുന്നതുമായ കർമ്മങ്ങളെ അമുഷ്യ, അവന്റെ പദങ്ങളുടെ അനുവൃത്തിയെ ഇച്ഛിക്കുന്നവർ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ഭഗവാൻ യുഗം തോറും ആ അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ ഓരോ അവതാരം എടുക്കുന്നു. അതനുസരിച്ച് മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹം, ഇങ്ങനെ അധർമ്മത്തെ ഇല്ലാതാക്കാൻ ഓരോ രൂപം എടുത്ത് ഭഗവാൻ ലീലയാടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പദങ്ങളുടെ അനുവൃത്തിയെ ഇച്ഛിക്കുന്നവർ, അത് കർമ്മങ്ങളുടെ, ഭഗവാന്റെ നശിപ്പിക്കുന്ന കർമ്മങ്ങളുടെ, അതായത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ആ ഭഗവാന്റെ ആ കർമ്മങ്ങളെ അനുവൃത്തിയെ ഇച്ഛിക്കുന്നവർ, ഭഗവാന്റെ പദത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ശരിക്ക് കേൾക്കണം. ഭഗവാന്റെ ആ ലീലാവതാരം അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഇതം പരസ്യ നിജവർമ്മ രിരീക്ഷയാത്ത ലീലാതനോസ്തനുരൂപ വിഡംബനാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ ശൂയാതമുഷ്യ പദയോർ അനുവൃത്തിമിച്ഛൻ. ഭഗവാന്റെ ആ ചരിതങ്ങൾ ശ്രദ്ധയോട് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ പാപകർമ്മങ്ങളെല്ലാം നശിക്കും. ഭഗവാന്റെ പാദപത്മങ്ങളിൽ അപ്പോൾ ഭക്തിയും വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന എന്ത് ചെയ്യണം? ഭഗവാന്റെ സത്കർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ശ്ലോകം 50.
മർത്യസ്തയാനുസവ ഏതി തയാ മുകുന്ദ ശ്രീമത്കഥാശ്രവണ കീർത്തന ചിന്തയെയ്തി തഥാമ ദുസ്തര കൃതാന്ത ജവാപവർഗം ഗ്രാമാധ്വനം ക്ഷിതിഭുജോപി യയുർയഥർത്ഥാഃ മർത്യഃ തയാ അനുസവം ഏധി തയാ മുകുന്ദ മുകുന്ദ ശ്രീമത് കഥാശ്രവണ കീർത്തന ചിന്തയ ഏതി അനുസവം ഏധി തയാ ക്ഷണം തോറും ഏതി തയാ വർത്തിച്ചതായ തയാ മുകുന്ദ ശ്രീമത് കഥാശ്രവണ കീർത്തന ചിന്തയ തയാ ആ മുകുന്ദന്റെ ശ്രീമതിയായ ഐശ്വര്യപൂർണമായ കഥയുടെ ശ്രവണ കീർത്തനങ്ങളുടെ ചിന്തയാൽ അപ്പൊ ഭഗവാന്റെ ആ ഐശ്വര്യപൂർണമായ ആ ചരിതങ്ങളുടെ ശ്രവണം, അതിനെ കീർത്തനം, പിന്നെ അതിനെ വിചിന്തനം ചെയ്യണം. ആ ചിന്തയാൽ ദുസ്തര കൃതാന്ത ജപാവവർഗ ദുസ്തരമായ കടക്കാൻ പറ്റാത്ത ആ മരണദുഃഖം വേഗം ബാധിക്കാതെ, അല്ലെങ്കിൽ ഈ സംസാര ദുഃഖം നമ്മളെ ബാധിക്കാത്ത തത്ഥാമ അവന്റെ സ്ഥാനത്തെ മർത്യഹ മനുഷ്യൻ ഏതി പ്രാപിക്കുന്നു. അപ്പൊ ഭഗവാന്റെ കഥകളെ ശ്രദ്ധയോടെ ശ്രവിക്കുകയും അതിനെ കീർത്തിക്കുകയും വിചിന്തനം ചെയ്യുന്നവർക്ക് സംസാര ദുഃഖമില്ലാത്ത ഭഗവാന്റെ പദത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. ക്ഷിതിഭുജ രാജാക്കന്മാർ യഥാർത്ഥ യാതൊരുവനാകുന്ന പ്രയോജനത്തോടുകൂടി ഗ്രാമങ്ങളിൽ നിന്ന് വനത്തെ യയുഹു പ്രാപിച്ചു, യാനം ചെയ്തു. അതായത് പണ്ടത്തെ രാജാക്കന്മാരെന്താണ്, അവര് നല്ലോണം രാജ്യമൊക്കെ ഭരിക്കും, കുറെ കാലം ഭരിച്ച് മക്കള് വലുതാവുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് രാജ്യഭാര്യം ഏൽപ്പിച്ചിട്ട് അവർ വനങ്ങളിൽ പോയി ഭഗവാന്റെ പാദങ്ങളെ തന്നെ ചിന്തിച്ച് അവസാനം സായുജ്യം നേടും. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭഗവാന്റെ ആ പദത്തിലെത്തണമെങ്കിൽ ആ ഭഗവാന്റെ കീർത്തനം, ഈ ചരിതങ്ങളെ, ഭഗവാന്റെ ഈ ലീലകളെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും കീർത്തനം ചെയ്യുകയും പിന്നെ വിചിന്തനം ചെയ്യുകയും ചെയ്യണം. അതിനെ മനസ്സിലിട്ട് ഉറപ്പിക്കണം. അങ്ങനെ ഭഗവത് പാദത്തിൽ ആസക്തി ഉണ്ടായിരുന്നാൽ അതിന്റെ ഫലം എന്താണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, മനുഷ്യന് അടക്കാൻ കഴിയാത്ത മരണദുഃഖം ആ ഭഗവാന്റെ പദത്തിലെത്തിയാൽ മരണദുഃഖം ഉണ്ടാവുകയില്ല. ആ സ്ഥലമായ ഭഗവാന്റെ പദത്തെ നമുക്ക് സ്ഥാനത്തെ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതാണ് മനുഷ്യജന്മത്തിന്റെ സാഫല്യം, പരമപുരുഷാർത്ഥം, മോക്ഷപ്രാപ്തി. അതിനു വേണ്ടിയാണ് മഹാരാജാക്കന്മാരെല്ലാം രാജ്യവും ഭാര്യയും മക്കളും എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഭഗവാനെ തന്നെ ചിന്തിച്ച് അവരും ഇതുപോലെ മോക്ഷം പ്രാപിക്കുന്നത്. അപ്പോ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ കഥാശ്രവണം ചെയ്യുന്നവർക്ക് പരമപുരുഷാർത്ഥ ലാഭം തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ ഇതോടുകൂടി നമുക്ക് ഈ ദശമസ്കന്ധം, അപ്പൊ ദശമസ്കന്ധം എന്ന് പറയുന്നത് ഭാഗവതത്തിന്റെ ഹൃദയമാണ്. ഭാഗവതത്തിൽ 12 സ്കന്ധമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അധ്യായമുള്ള 90 അധ്യായം. മറ്റേതിനൊന്നും ഇത്ര അധ്യായമില്ല. മറ്റേതിനൊക്കെ 34 വരെയൊക്കെ ഉള്ള അധ്യായമേ ഉള്ളൂ. ഇതിന് മാത്രം 90 അധ്യായമുണ്ട്. അങ്ങനെ ഈ 90 അധ്യായവും നമ്മൾ എത്ര മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 8 മാസം. 8 മാസം കൊണ്ട് നമ്മൾ ജൂലൈ 10-നാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ദശമസ്കന്ധം പൂർത്തിയാക്കാൻ സാധിച്ചു. ബാക്കി ദശമസ്കന്ധം വരെയുള്ളത് ഞാൻ ആഡിയോ ഇട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ദശമസ്കന്ധം മുതലാണ് ഈ യൂട്യൂബിലൂടെ ഇട്ടു തുടങ്ങിയത്. അപ്പോൾ വേറെ ഓരോ അധ്യായങ്ങളും മറ്റുള്ള സ്കന്ധങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് ദശമസ്കന്ധം ആദ്യം തൊട്ട് പഠിക്കുമ്പോൾ തന്നെ നല്ലോണം മനസ്സിലാകും. അതുപോലെ ഓരോ അധ്യായവും എന്താണെന്ന് ചുരുക്കം പറയുന്നത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും.
അപ്പൊ ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഏകാദശ സ്കന്ധമാണ്. അത് മോക്ഷസ്കന്ധമാണ്. അപ്പൊ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ആ മോക്ഷസ്കന്ധം പഠിച്ചാൽ മതി. മനുഷ്യർക്ക് എങ്ങനെ മോക്ഷപഥത്തിലെത്താം എന്ന് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ച പോലെ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഉപദേശമാണ് ഉദ്ധവ ഉപദേശം. അതാണ് ഏകാദശ സ്കന്ധത്തിൽ മോക്ഷധർമ്മം. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ ഇതില് 10ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം എന്താണ്? നിരോധം. നിരോധം എന്ന് പറഞ്ഞാൽ തടയുക, തടസ്സം. അതായത് മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെ തടയുക. എന്നിട്ട് മനസ്സിനെ എങ്ങോട്ട് തിരിക്കുക? ഭഗവാനിലേക്ക് തിരിക്കുക. അതാണ് ഈ സ്കന്ധത്തിന്റെ ഉദ്ദേശം. ലക്ഷണം നിരോധമാണ്. മനസ്സിനെ വിഷയചിന്തകളിൽ നിന്ന് നിരോധിച്ചിട്ട് ഭഗവാനിലേക്ക് തിരിക്കുക. അതായത് ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കുക, അതിനെ കീർത്തിക്കുക, അതിനെ വിചിന്തനം ചെയ്യുക. ഇതൊക്കെ വെറുതെ കേട്ടാ പോരാ, ഓരോന്നും വളരെ അതാണ് ശ്രദ്ധയോടെ കേൾക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൃഷ്ണന്റെ പാദാംബുജത്തെ വേണം ആശ്രയിക്കേണ്ടത്. അപ്പൊ കൃഷ്ണന്റെ പാദാംബുജം എങ്ങനെയുള്ളതാണ്? മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം, മംഗല്യദായകം കൃഷ്ണപാദാംബുജം, സങ്കടനാശനം കൃഷ്ണപാദാംബുജം, സന്തോഷദായകം കൃഷ്ണപാദാംബുജം. അപ്പൊ കൃഷ്ണന്റെ പാദാംബുജം മംഗളം നൽകുന്നതാണ്, സങ്കടനാശനമാണ്, സന്തോഷദായകമാണ്, ദുഷ്ടവിനാശകമാണ്, ശിഷ്ട ജനപ്രിയമാണ്, മുക്തിപ്രദായകമാണ്, ശക്തിപ്രദായകമാണ്, അത് നിത്യമാണ്, നിരാമയമാണ്, ആമയമില്ലാത്തതാക്കുന്നതാണ്, ആനന്ദദായകമാണ്, ആകുലനാശനമാണ്, മോദപ്രദായകമാണ്, മോഹവിനാശകമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദശമസ്കന്ധം ഇന്ന് സമ്പൂർണ്ണമാക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രീകൃഷ്ണ ചരിതാനുവർണ്ണനം നാമ നവതി തമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. സമാപ്തോയം ദശമസ്കന്ധഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.